ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടെ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രതിപക്ഷ പാർട്ടികളെ പരിഹസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയില്ലാതെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞതാണ് തന്റെ സർക്കാരിന്റെ നേട്ടമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 14ാം തവണയും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മറുപടി പറയാൻ തനിക്ക് അവസരം നൽകിയ ജനങ്ങളോട് നന്ദി പറയുന്നുവെന്ന മുഖവരയോടെയാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ രാജ്യത്തെ 25 കോടി ആളുകളെയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത്. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കായി 4 കോടിയിലധികം വീടുകളും 12 കോടി ശൗചാലയങ്ങളും നിർമ്മിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. राजनीतिक फायदा नुकसान की परवाह किए बिना हमने इन 10 करोड़ फर्जी नामों को हटाया और असली लाभार्थियों को खोज करके उन तक मदद पहुंचाने का अभियान चलाया. കോൺഗ്രസ് ഭരണകാലത്ത് 1 രൂപ സർക്കാരിൽ നിന്നെടുത്താൽ 15 പൈസയായിരുന്നു ഗുണഭോക്താക്കളിൽ എത്തിയിരുന്നത്. ജനത്തിന്റെ പണം ജനത്തിനാണ്. അതാണ് BJP സർക്കാരിന്റെ നയം. എന്നാൽ പൈസ പോകുന്നത് അദാനിയുടെയും അംബാനിയുടെയും ഖജനാവിലേക്ക് എന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ പരിഹസിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തെ യുവാക്കളെ അടക്കം വഞ്ചിക്കുകയാണ് എന്നും ഒരിക്കലും നിറവേറ്റാനാവാത്ത വാഗ്ദാനങ്ങളാണ് അവർ നൽകുന്നത് എന്നും മോദി കുറ്റപ്പെടുത്തി. പാവപ്പെട്ടവരുടെ കുടിലുകളിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തുന്നവർക്ക് പാർലമെന്റിൽ പാവപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കുന്നത് ബോറടിപ്പിക്കുന്നതായി തോന്നാം. ചിലർ കൊണ്ടുവന്ന ഗരീബി ഹഠാവോ മുദ്രാവാക്യം ഇന്ന് എവിടെയെന്നും മോദി ചോദിച്ചു. अपना मनोरंजन करते रहते हैं, उन्हें संसद में गरीबों की बात बोरिंग ही लगेगी. എല്ലാ വീടുകളിലും കുടിവെള്ളം ഉറപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ആഡംബര കുളിയിലാണ് മറ്റു ചിലരുടെ ശ്രദ്ധ എന്ന് കെജ്രിവാളിനെ വിമർശിച്ച് മോദി പറഞ്ഞു. ജനങ്ങൾക്കായി പദ്ധതി തയ്യാറാക്കി നടപ്പാക്കുകയാണ് BJP സർക്കാരിന്റെ രീതിയെന്നും മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത TV.